ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാധേശ്യാം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കുറയുമ്പോൾ ഭഗവത്ഗീത അധ്യായം 2 66-ാമത്തെ ശ്ലോകം എടുത്ത് വായിക്കുക. ശ്ലോകം ഇങ്ങനെയാണ്: നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തിരശാന്തസ്യ കുതഃ സുഖം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ഉറച്ച മനസ്സോ ദിവ്യബുദ്ധിയോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖവും നമുക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. നമ്മൾ ചെയ്യുന്ന തപസ്സിൻ്റെയും യജ്ഞത്തിൻ്റെയും ജപത്തിൻ്റെയും സൽഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും മനസ്സിലാക്കുന്നവർക്കേ ശരിക്കും സമാധാനം ലഭിക്കൂ. കൃഷ്ണാവബോധമില്ലെങ്കിൽ മനസ്സിന് ഒരു അന്ത്യലക്ഷ്യവുമില്ല. കൃഷ്ണാവബോധമില്ലാതെ ഭൗതികമായ സുഖങ്ങളുടെ പിറകെ മാത്രം പോയാൽ എല്ലാം നേടിക്കഴിഞ്ഞാലും മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടാത്തതുപോലെ തോന്നും. നേരെ മറിച്ച് കൃഷ്ണനെ നമ്മുടെ സുഹൃത്തായി കണ്ടുകൊണ്ട് നമ്മൾ കൃഷ്ണഭക്തിയും നാമജപവും ഭൗതികതയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി നോക്കൂ. അപ്പോഴാണ് യഥാർത്ഥ സമാധാനം കിട്ടുക. ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഭഗവാൻ തന്നാലും നമ്മളെ അതൊന്നും തളർത്തില്ല. എപ്പോഴും മനസ്സിനൊരു സമാധാനം അനുഭവപ്പെടും വിധം കൃഷ്ണൻ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ വെറും ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു ജീവിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു അശാന്തിയും ദുഃഖവും അനുഭവപ്പെടും. കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഉന്നതിയും ശാന്തിയും കൈവരിച്ചയാളെപ്പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം നമുക്ക് സ്വയം തന്നെ ഒരു പ്രശാന്തമായ ഒരവസ്ഥ ലഭിക്കുന്നു. ഈ പ്രശാന്താവസ്ഥയാണ് കൃഷ്ണാവബോധം. നാമജപത്തിലൂടെയും ഭഗവത്ഗീത പഠനത്തിലൂടെയും നമുക്ക് കൃഷ്ണാവബോധം ലഭിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം.